ഗ്യാസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിറകടുപ്പ് ഉണ്ടാക്കണം. ഇച്ചാവലെ പോയി വരിക്കാൻ എന്റെ പള്ളിന്റെ കുറച്ച് ഗ്യാസ് അതേറ്റാണ് കത്തിച്ചൂടി. അല്ലെങ്കിൽ പിന്നെ എത്ര പറയണം. കുഞ്ഞാപ്പോ ഈ കുണാതിരെ പോയി വായിക്കണ്ട വിറക് പോയി കൊടുത്താ ഞാൻ എന്നോട് 10,000 വട്ടം പറഞ്ഞാണ് കണ്ണി കണ്ട ആൾക്കാരെ സാധനം കൊടുത്ത് നാസാക്കിയിട്ട് ഒരു മനുഷ്യന് ഈ പെരീക്കണ കയറി വരാൻ പറ്റാന്ന് ഓനൊക്കെ കൂടി കൊണ്ട് നേരത്തെ വെച്ചിട്ട് ആ കൃഷിയുടെ മാറി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഓരോരുത്തർക്ക് നേരാക്കി വെച്ച സാധനങ്ങളാണ്. എജാളവിടെ കേടുവരുന്നോളത്ത് മുഴുവൻ നന്നാക്കുന്ന ആള് ഒരു ഉറുപ്പ്യന്റെ ഉപകാരം കൊണ്ട് ഈ പെരീക്കുണ്ടോ എല്ലാം. കുഞ്ഞാപ്പോ എന്റെ ഇസ്തിരിപ്പട്ടി എന്തായടാ നാളെ നേരൊക്കെ തന്നല്ലോ. അത് ശരിയാക്കണക്ക. എത്ര എനിക്ക് ഇതിന് വേണ്ടടാ കുഞ്ഞാപ്പോ? അത് കുഴപ്പമില്ല സക്കങ്ങൾ പോയിക്കോളി. അതൊന്നും സാരമില്ല, അത് വെച്ചോ. അല്ലത് വെച്ച മോനെ ദോശ പോയേ. പുളിഞ്ചോടോ എന്തേ കുഞ്ഞാപ്പോടെ ഓനാക്കണവിടെ എന്തേ നിന്റെ ടോർച്ച് നന്നാക്കാൻ കൊടുത്തിനു. നന്നാക്കി ആവല്ലേ ഇച്ച് പൊടിയാടില്ല കേട്ടോ. ചോദിച്ചോക്കാ കുഞ്ഞാപ്പോ നിന്റെ ടോർച്ച് എന്തായി? അത് ശരിയാക്കും. അൽഹംദുലില്ലാ. നല്ല ഉസാറായി കത്തുണ്ടല്ലോ. അതിന്റെ സ്വിച്ചിനെ കംപ്ലൈന്റ് റെഡി ആയി. എത്ര അതിന്റെ പൈസ? എത്ര ചെറിയ വെച്ചോ. അത് പറ്റില്ല. ഉസ്മാനെ ഒന്ന് നിന്നാ അന്റെ ടോർച്ച് ശരിക്കും ശരിയായോ? പിന്നെ ശരിയാകാതെ ഓൻ പോയി പഠിച്ചതല്ലേ. ഓ എവിടെ പോയി പഠിച്ചു എന്നാ പറയണത്? 24 മണിക്കൂർ മൊബൈൽ നോക്കുകയാണ്. പിന്നെ ഇത് ഇങ്ങനെ കുത്തി കഴിച്ചിട്ടും കാണാം. ഓൻ മൊബൈല് വെറുതെ നോക്കല്ലേ കോയേ. ഓൻ ഓൺലൈനിൽ പഠിച്ചണതേ. ഈ വിവരം നിന്റെ അടുത്ത് ഇല്ല ഉസ്മാനെ. അനക്കെവിടെ അത് അന്വേഷിച്ചാൽ നേരം. ഇതാണ് 24 മണിക്കൂർ ഇങ്ങനെ തല്ലല്ലേ. കുഞ്ഞാപ്പോ ഇപ്പച്ചന്റെ കുട്ടി മൊബൈലുമേ കളിച്ചല്ലേന്നല്ലേ പഠിച്ചെന്നല്ലേ. ഇപ്പച്ചന്റെ കുട്ടിക്ക് വിഷമായോ? ഇപ്പച്ച അങ്ങനെ പറഞ്ഞിട്ട് എന്റെ കുട്ടിക്ക് ഞാൻ എന്താ തീർപ്പതി വെച്ചാല് അതെന്നെ പഠിച്ചാൽ മതി. ഒന്നും പറയില്ല പച്ചി. ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, എങ്ങനെ ഇപ്പച്ചന്റെ കുട്ടി പെരീന്ന് പോകാത്തത് പഠിച്ചുണ്ടാക്കി? പ്രൊജക്ട് എക്സ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ക്ലാസ് എന്നാണ് ഞാൻ റോബോട്ടിക്കും ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചപ്പച്ചേ. ഞാൻ ഈ പെരീന്ന് പോയി പഠിച്ച ഞങ്ങൾ അറിയും വിചാരിച്ചിട്ടാണ് ഞാൻ ഓൺലൈനിൽ പഠിച്ചപ്പച്ചേ. എനിക്ക് അതിനോട് അത്രക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് പച്ചേ ഞാനത് പഠിക്കും. ഞങ്ങൾ നമ്മളിപ്പോൾ ഉള്ളത് പ്രൊജക്ട് എക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ. ഇതുപോലെ ടെക്നിക്കലി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇലക്ട്രോണിക്സും റോബോട്ടിക്സും പഠിക്കാനുള്ള അവസരം കേട്ടോ ഇവരിവിടെ കൊടുക്കുന്നത്. അത് ഓഫ്ലൈൻ ആയിട്ടുണ്ട് ഓൺലൈൻ ആയിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ ഇവരെ 15ഓളം സെന്ററിൽ ഇതിന്റെ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഇത് 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ സ്കില്ല് പഠിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് കേട്ടോ. അപ്പൊ അത് മിസ് ചെയ്യേണ്ട. ഈ വെക്കേഷനിൽ തന്നെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തോളി. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് വിളിച്ചിട്ട് ചെന്നാൽ മതി.